Silent Learning. This is DJ Miss and it's me VK. So നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് കിഡിലൻ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ മിസ്? അപ്പൊ നമ്മൾ കോൺസെപ്റ്റ്സ് എല്ലാം 2-3 ദിവസമായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു. നമ്മൾ കുറെ അധികം ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ ഫൈനലി നമ്മൾ ഇതിന്റെ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പ്രാവശ്യത്തെ 2025 പബ്ലിക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയസ് ഏതൊക്കെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പോകുക. സോ മക്കളെ, ഓരോ ചാപ്റ്ററുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ മിസ് നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ്. ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആണ്. ഇത് സിമ്പിൾ ആണ്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അതൊരു പ്രഡിക്ഷൻ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇതിൽ പ്രഡിക്ഷൻ ആയിട്ട് ഞാൻ പറയുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. അത് കൂടാതെ റിസ്ക് ചോദിക്കും, ബിസിനസ് റിസ്ക്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ എന്തായാലും ഒരു ഷോർട്ട് എസ്സേ പോർഷനിൽ ചോദിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട്. എനിക്കൊരു സംശയമുണ്ട്, നമ്മൾ ഈ പ്രഡിക്ഷന് എല്ലാ കേസിലും പറയാറുണ്ട്, ഈ പ്രഡിക്ഷൻ എപ്പോഴും കൃത്യമാവോ? കൃത്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു 90% അല്ലെ. ഇവിടെ ചോദ്യം ഇപ്പൊ കമന്റിൽ ചിലപ്പോൾ കുട്ടികൾ പോസ്റ്റ് ആവും, ഇത് ഉറപ്പായിട്ട് ചോദിക്കും. സോ അത്തരത്തിലുള്ള ഇത് മാത്രം പഠിച്ചാൽ മതിയോ? അത്തരത്തിലുള്ള മക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ ഭാഗവും നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. എല്ലാ ചാപ്റ്റർ 2 ദിവസം എടുത്ത് നമ്മൾ കോൺസെപ്റ്റ് ഫുള്ള് ഡിസ്കസ് ചെയ്തു. മിനി മാരത്തോണിൽ വന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, മാരത്തോണിൽ വീണ്ടും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഫൈനലി ഒരു ഷുവർ ക്വസ്റ്റ്യൻസ്, അതായത് നമുക്കൊരു കോൺഫിഡൻസ് ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ ഇത് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പ്രഡിക്ഷൻ. ആക്ച്വലി നമ്മൾ ലൈവ് ക്ലാസ് ഒക്കെ കണ്ട് മിനി മാരത്തോൺ ഒക്കെ കണ്ട കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, പഠിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഡിക്ഷൻ വീഡിയോ കാണുന്നത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ലാസ്റ്റ് മിനിറ്റിൽ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ച് പഠിച്ചിട്ട് ഓക്കെ ഇതെങ്കിലും ഞാൻ പഠിച്ച് തീർത്തിട്ടേ പോകുള്ളൂ എന്നൊരു സാധനം. യെസ്, ഉറപ്പായിട്ടും. നമുക്ക് ലാഗ് അടിപ്പിക്കുന്നില്ല, അടുത്ത ചാപ്റ്റർ നമ്മൾ കിടക്കണം, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മെയിൻ ആയിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ എസ്സേ എന്തായാലും നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞു നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട്. ആൻഡ് ദെൻ പിന്നെ വരുന്ന ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ. പിന്നെ വരാനായിട്ട് സാധ്യതയുള്ളത് ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഒരു ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു ജോൺ ഹിന്ദു ഫാമിലി ബിസിനസ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഉറപ്പായിട്ട് നോക്കല്ലേ? യെസ്, എന്നാ നമുക്ക് ഇനി എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അപ്പൊ അടുത്ത ചാപ്റ്റർ പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസ്. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗ്ലോബൽ എന്റർപ്രൈസ് അല്ലെങ്കിൽ MNC എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഇത് ചോദിക്കും, എനിക്ക് തോന്നുന്നു. ആ ഒരു പോർഷൻ ഇമ്പോർട്ടന്റ്, ഉറപ്പായിട്ട് ഇത് ചോദിക്കും. ഒരു ഷോർട്ട് എസ്സേ അത് നിർബന്ധമായിട്ടും ഒരു 4 മാർക്കിന് എഴുതാനുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ഷോർട്ട് എസ്സേ ആണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും എന്ത് ചെയ്യാം, മിനിമം ഒരു 4 പോയിന്റ്സ് എങ്കിലും എല്ലാത്തിനും പഠിച്ചിട്ട് ഫീച്ചേഴ്സ് ആയിട്ടാ ചോദിക്കട്ടോ. ഗ്ലോബൽ എന്റർപ്രൈസ് എന്താണെന്നും ഫീച്ചേഴ്സ് മൊത്തം പഠിക്കാനല്ല പറയുന്നത്. ഒരു 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഈ ടോപ്പിക്ക് പഠിക്കുക. ഇനി അടുത്ത ചാപ്റ്റർ ബിസിനസ് സർവീസസ്. ബിസിനസ് സർവീസ് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റർ. ഞാൻ പറയുന്നു ഒന്നെങ്കിൽ ടൈപ്സ് ഓഫ് ബാങ്ക്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഉറപ്പാ ഞാൻ പറയുന്നു. കേക്കട്ടെ, ഇവിടുന്നായിരിക്കും ഷോർട്ട് എസ്സേ വരുന്നത്. ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ചോദിക്കാം. ഏതൊക്കെ? ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഫയർ ഇൻഷുറൻസ് ഉണ്ട്, മാറൈൻ ഇൻഷുറൻസ് ഉണ്ട്. ഇതാണ് ചോദിക്കാൻ. ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകും. കാണാലോ? കാണാം. ഓക്കേ, നാളെ കാണാം. യെസ്, ഇനി അടുത്ത ചോദ്യം, അടുത്ത ചാപ്റ്റർ എമർജിംഗ് മോഡ് ഓഫ് ബിസിനസ്. യെസ്, ഈ ഒരു എമർജിംഗ് മോഡ് ഓഫ് ബിസിനസ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഏത് ഇത് ഈ ബിസിനസും ട്രഡീഷണൽ ബിസിനസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായാലും എക്സാമിൽ ചോദിക്കാൻ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം വരാണ്ട് മക്കളെ. ഈ ബിസിനസ് റിസ്കുമായി ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പാണ്. ഓക്കെ, സോ ഈ 2 ചോദ്യങ്ങളും ആരാണ് പറയുന്നത് ശരി? ഇതാണ് എന്തായാലും വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ടേബിൾ വരച്ച് വെച്ച് പഠിച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം അല്ലെ? യെസ്, ഇനി അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവാണെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഇതിലോ? ഓക്കെ, അതിൽ ഞാൻ പറയുന്നത് ബിസിനസ് എത്തിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരിക്കും. ലാസ്റ്റ് ഭാഗത്തിൽ വരുന്ന ബിസിനസ് എത്തിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരിക്കും നാളത്തെ എക്സാമിന് നിങ്ങളോട്. അങ്ങനെയാണ് ഞാൻ പറയട്ടെ. അതായത് ഞാൻ പറയുന്നു റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്. അതായത് ഗവൺമെന്റിനോട്, സപ്ലയേഴ്സിനോട്, കസ്റ്റമേഴ്സിനോട്, ഓണേഴ്സിനോട്. യെസ്, അത് ഞാൻ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട ചോദ്യം. ബിസിനസ് എത്തിക്സ് ഉറപ്പാണ്. ചിലപ്പോ ഇത് കൂടെ ചോദിക്കും. ചിലപ്പോ മക്കളെ ഉറപ്പാണ്. VK സാർ പ്രഡിക്ഷൻ തെറ്റാറില്ല. അടുത്ത ചാപ്റ്റർ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഇതെന്ന് ചോദിക്കും. ഫോർമേഷൻ ഓഫ് കമ്പനി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കാനായിട്ട് സാധ്യതയായിരിക്കും. ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. അതായത് MOA യും
അങ്ങനെ ഒരു ചോദ്യം അല്ലേ? അത് ഞാൻ പറയാൻ വിചാരിച്ച ചോദ്യമാണ്. പറയും കാരണം എന്റെ ക്വസ്റ്റ്യൻ കേട്ടപ്പോ എന്നാ ഞാൻ വേറൊരു ചോദ്യം പറയുന്നു. പ്രൊമോഷൻ എന്താണ്, ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ എന്താണെന്ന് ചോദിച്ചേക്കാം. യെസ്, പ്രൊമോഷൻ എന്താണ്, ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ എന്താണ് ചോദിച്ചേക്കാം. അപ്പൊ 2 ചോദ്യമാണ്. ഒന്ന് ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടറും അതേപോലെ തന്നെ MOയും AOയും. സെറ്റ് ആണല്ലോ? ഉറപ്പല്ലേ? സെറ്റ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഇനി സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഇതിന് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കാണ് ചോദിക്കാൻ. ഞാൻ എന്തായാലും ഒരു ചോദ്യം പറയട്ടോ. അങ്ങനെയെങ്കിലും ഞാൻ പറയുന്നു ഈ ഒരു ഫാക്ടറിംഗ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് അല്ലെങ്കിൽ റീറ്റേൺ ഏർണിങ്സ്. നല്ലൊരു പ്രഡിക്ഷൻ ആണ്. ഞാൻ പറയുന്നു മകളെ, ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ലീസ് ഫിനാൻസിങ്ങും അതേപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ടും. അതായത് ഒരു ഫണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുക എന്ന് ചോദിക്കാം. അതേപോലെ ലീസ് ഫിനാൻസിങ് ലാസ്റ്റത്തെ ഭാഗം നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കി പോകട്ടോ. ഓക്കെ, യെസ്. അതേപോലെ റിട്ടേൺ ഏർണിംഗ്സും ഫാക്ടറിംഗും. ഇനി അല്ലെങ്കിൽ ഡിഫറൻസ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. മിസ് അത് നോക്കോ? ഡിഫറൻസ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഇക്വിറ്റി പ്രിഫറൻസ് അല്ലെങ്കിൽ പ്രിഫറൻസ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ മിസ്സേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇക്വിറ്റി ഷെയർ പ്രിഫറൻസ് ഷെയർ നമ്മളെ ഡിഫറൻസ് ചോദിച്ചിട്ടില്ല. ഒരു പക്ഷേ ഒരു പക്ഷെ, അത് പക്ഷയാണ് കേട്ടോ. പക്ഷേ അവിടെ നിർത്തുന്നു ഞാൻ. ഷെയർ ഡിബഞ്ചർ ആവാം അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ. ഓക്കെ, ഈ ഒരു 2 സാധനം നമുക്ക് ഇനി വലിയ ക്ലാസ്സിലൊക്കെ ആവശ്യമുള്ള, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻസേഴ്സ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ലൈവിൽ കൃത്യമായിട്ട് കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇന്ന് മെഗാ മാരത്തോൺ ഉണ്ട് 7:30. ഓക്കെ, അതും പഠിച്ചോളൂ. മാരത്തോണിൽ മോർണിംഗ് ബൂസ്റ്റിലൊക്കെ ആയിട്ട് നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യും. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് കാണും. ഇനി അടുത്ത ചാപ്റ്ററോട് പോകാം മിസ്സേ. യെസ്, ദാറ്റ് ഈസ് സ്മോൾ ബിസിനസ്. സ്മോൾ ബിസിനസ് ഒരു സ്മോൾ ചാപ്റ്റർ ആണ്. യെസ്, എനിക്ക് ഇഷ്ടമായി സ്മോൾ ബിസിനസ്, സ്മോൾ ചാപ്റ്റർ. അപ്പൊ അതുകൊണ്ടാണ് സ്മോൾ ക്വസ്റ്റ്യൻ ഇത് ചോദിക്കാൻ പോകുന്നത്. എനിക്കൊന്ന് റോൾ ഓഫ് സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ ആവാൻ ചോദിക്കാം. റോൾ ഓഫ് സ്മോൾ ബിസിനസ് അല്ലേ? ഞാൻ പറഞ്ഞു ചിലപ്പം IPR എന്താന്ന് ചോദിച്ചേക്കാം, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്താന്ന് ചോദിച്ചേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് ഓഫ് സ്മോൾ ബിസിനസ്. ഈ ഒരു ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാനുള്ള ഒരു ഭാഗം കൂടിയാണ് പ്രോബ്ലംസ് ഓഫ് സ്മോൾ ബിസിനസ്. അതേപോലെ റോൾ ഓഫ് സ്മോൾ ബിസിനസ് പഠിച്ചു വെക്കാം. ഓക്കെ, 2 ഒരു ക്വസ്റ്റൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ചെറിയ ചാപ്റ്റർ ഉണ്ട്. അടുത്ത ചാപ്റ്ററിലേക്ക് വലിയ ചാപ്റ്റർ ഇന്റേണൽ ട്രേഡ്. ഞാൻ പറയുന്നു റീറ്റെയിലേഴ്സിന്റെ ഫങ്ഷൻസ്. അത് കൃത്യമായിട്ട് പഠിച്ചേക്കാം. റീറ്റെയിലേഴ്സിന്റെ ഫങ്ഷൻസ് ആവാം ചോദിക്കാനായിട്ട് ഒരു ഷോർട്ട് എസ്സേ ചോദിക്കാം. ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ്, അത് നല്ലൊരു ചോദ്യം കേട്ടോ. ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു ഫിക്സഡ് ഷോപ്പ് ട്രേഡേഴ്സിൽ, ഫിക്സഡ് ഷോപ്പ് റീറ്റെയിൽ ട്രേഡേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിനെ കുറിച്ച് ചോദിച്ചേക്കാം. സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിനെ കുറിച്ച് ചോദിച്ചേക്കാം. അതിന്റെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കും. ഓക്കെ, യെസ്, നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസ് ചെയ്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ? ഇന്റർനാഷണൽ ബിസിനസ് ചെയ്ത് എനിക്ക് തോന്നുന്നു സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. സ്കോപ്പ് ചോദിക്കാൻ സാധ്യത എന്ന് പറയുന്നുണ്ട്. ഇതിൽ കൊടുക്കാത്ത ഒരു ടോപ്പിക് ഞാൻ പറയാണ്. ഒന്ന് WTOയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാം, അല്ലെങ്കിൽ IMFുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. ഓക്കെ, ഇതിന്റെ ഒബ്ജക്റ്റീവ്സോ അല്ലെങ്കിൽ ഫംഗ്ഷൻസോ ചോദിക്കാൻ സാധ്യതയുണ്ട്. WTO അല്ലെങ്കിൽ IMF. ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മിസ് സ്ഥിരമായിട്ട് ചോദിക്കാനുള്ള ഇന്റർനാഷണൽ ബിസിനസും ഡൊമസ്റ്റിക് ബിസിനസ് കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ്. സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ മോഡ്സ് ഓഫ് എൻട്രിയിലെ ഏതെങ്കിലും ഒരു മോഡായിരിക്കും ചോദിക്കാം. എന്ത് സിമ്പിൾ ആണോ? കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടാണ് മക്കളെ നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ബാക്കി കോൺസെപ്റ്റ്സ് നമ്മൾ എല്ലാ കോൺസെപ്റ്റ്സും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് നിങ്ങളോട് ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും പഠിക്കാനായിട്ട്. അത് ലൈവിലൊക്കെ വന്നിട്ട് പ്രഡിക്ഷൻ ചെയ്യൂ എന്ന് പറയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നൊരു പ്രഡിക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇതൊരു കാൽക്കുലേറ്റഡ് അനാലിസിസ് ആണ്. ഇതിൽ 99.9% വരും ഒരിക്കലും. അതെ, പണ്ട് ഈ ഹാർപ്പിക്കിന്റെ പരസ്യം കാണുമ്പോൾ 99.99% കിടാനുക്കൾ നശിച്ചു പോകും. പക്ഷെ എന്നാലും ഉണ്ടാവും അവിടെ പോസിബിലിറ്റി. ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഈസ് ഹൈ, വളരെ കൂടുതലാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യാനായിട്ട് മെയിൻ കാരണം ഹയർ സെക്കൻഡറി എക്സാംസ് എല്ലാം നല്ല ഡിഫിക്കൽട്ട് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും അല്ലെങ്കിൽ കുറച്ച് ഏരിയ എങ്കിലും നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോയില്ലെങ്കിൽ എക്സാമിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ കിളി പറക്കുന്ന അവസ്ഥയിലോട്ട് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് എത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകും എന്നൊരു കാര്യം നമ്മൾ പറയുന്നത്. കൂടാതെ ഇന്ന് വൈകുന്നേരം 7:30 മെഗാ മാരത്തോണുമായിട്ട് ഞങ്ങൾ 2 പേര് എത്തുന്നുണ്ട്. എല്ലാ കോൺസെപ്റ്റും ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെയും ഡിസ്കസ് ചെയ്യും. സോ എല്ലാവരും ഫ്രണ്ട്സിനെയും കൂട്ടി കൃത്യം 7:30 ലൈവിൽ എത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരും എത്തിക്കുക. ഓക്കെ, താങ്ക് യു.